ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളിൽ നിന്നേക്കും ചെരിപ്പിടുമാറാണമേ. ആമീൻ. കർത്താവേ, ലോകത്തിൽ യാത്രയായി നിന്റെ അടുക്കൽ വന്നുചേർന്നിരിക്കുന്ന ഈ മാതാവിൻ്റെ ആത്മാവിന് ഭാഗ്യകരമായ മണവറയും ആനന്ദകരമായ വിരുന്നും സന്തോഷപ്രദമായ വാസസ്ഥാനവും നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും നീതിയോടെ ഭൂതലത്തെ ന്യായവിധിക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ അർഹതയനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന സമയത്ത് നിന്റെ വലത്തുഭാഗത്തെ കുഞ്ഞാടുകളോട് ചേരുവാൻ അവരോടൊന്നിച്ച് നിനക്ക് സ്തുതിയും സ്തോത്രവും പാടുവാൻ ഇവൾക്ക് യോഗ്യ നൽകണമേ. അതാ മക്കൾക്കുത്ഥാനം വാഗ്ദത്തം ചെയ്തോന്മഷിക നിൻ ശരണത്ത് നിദ്രതയാം താസിക്ക് ഗണമോത്ഥാനം നിൻ കരുണാസങ്കേതത്തിൽ നിദ്രാവശയാം സോദരിയെ നിൻ മഹിമോദയ ദിവസത്തിൽ നിൻ കാരുണ്യം കാട്ടേണം പറയ്ക്കുമോ. മനോലം വാദാമനോലം വൽമീനാമേ സ്തുതി തൃത്വത്തേൻ മർമ്മമദാന്തനും ദാന്തനയനും ഹാലേലുയ നിർമ്മലനാം റൂഹായ്ക്കും പാടും ഞങ്ങൾ മൃതിനിലയ ദൈവം പോകി മൃതി അവനെ നിഹനിച്ചില്ല അവനെ ഉൾക്കൊണ്ടവരേതർ ജീവൻ പൂണ്ടാനന്നേക്കും സ്തമൻ കാലോസ് കുറിയേലായിസോൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നത്യവും സദാ ഇപ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ പ്രത്യക്ഷതയെങ്കിൽ തൻ്റെ ആത്മാവിനേക്കും തൻ്റെ വരവെങ്കിൽ ഭൂമുഖത്തെ നവീകരിക്കുകയും തൻ്റെ ശബ്ദത്താൽ മൃതരെ ജീവിപ്പിക്കുകയും തൻ്റെ കൽപ്പനയാൽ കബറക്കപ്പെട്ട് എഴുന്നേൽപ്പിക്കുകയും തിരുവിഷ്ടപ്രകാരം അവരെ മരണമില്ലായ്മ അണിയിക്കുകയും തന്നെ രാജ്യത്തിലേക്ക് തൻ്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയേറിയ തൻ്റെ മണവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും തൻ്റെ ശ്രേഷ്ഠയുടെ പ്രഭാവത്തിൽ ഉദിപ്പിക്കുകയും ചെയ്യുന്ന വിസ്മരണീയ പുനരുത്ഥാനകനായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നാഴികളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കുലോകന്യവുമോ സ്വതകായ ജീവനുള്ളവരുടെ തലവനും മരിച്ചുപോരുടെ നാഥനുമായ മിശിഹാമ്പുരാനെ, എന്നിൽ വിശ്വസിക്കുന്നവനും മരിച്ചാലും ജീവിക്കും, എന്നിൽ സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവിനെ ഞാൻ പുനരുത്ഥാന ജീവന രക്ഷകനുമാകുന്നുവെന്ന് നിർവ്യാജമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, അവിടുത്തെ പ്രത്യാശനെതിരെ പ്രാപിച്ച ഈ താൽക്കാലിക ജീവിതത്തെ വിട്ടുമാറിയിരിക്കുന്ന ഈ മാതാവിൻ്റെ ആത്മാവിനെ ഇപ്പോൾ കൃപയോടെ സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. നിന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ തങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി അന്തരീക്ഷത്തിലുള്ള ഇടങ്ങൾ പതിയിരിക്കുന്നവരും ദുഷ്ടന്മാരുടെ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘങ്ങളിൽ നിന്ന് ഇവളെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ സമാധാന ദൂതന്മാർ മൂലം നിന്റെ വിശുദ്ധന്മാരുടെ ഭാഗ്യമായ വാസസ്ഥാനങ്ങളിലേക്ക് ഇവളെ നയിച്ചു കൊള്ളണമേ. വിശുദ്ധനായ ദൈവമേ, നിന്റെ ദാസിയോട് കരുണ ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ വിശ്വസിച്ചവളായി സഹോദരിയെ രക്ഷിച്ചു കൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, ഇവളെ നിന്നെ സംബന്ധിച്ച് പറയുകയും നിന്റെ സ്ലീബായെ വന്ദിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനമായ നിന്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരുത്തനെ നീ ഉപേക്ഷിക്കരുതേ. ദയാലുവായ ദൈവമേ, മാമോസ്താമൂലം നീ നൽകിയതായ പ്രകാശവസ്ത്രം മൂർവനാന്ന മുദ്ര ഇവളിൽ നിന്ന് ഉരിഞ്ഞു കളയരുതേ. നിന്റെ രാജ്യത്തുള്ള വാസത്തിൽ നിന്ന് ദൂരെ അകറ്റിക്കളയുന്നതായ ആ കഠിന ശബ്ദങ്ങൾ കേൾക്കുവാനിടയാകരുതേ.
രണ്ടാം മരണം അനുഭവിപ്പാനും പോവുക, ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് പറയുന്ന ശബ്ദം കേൾപ്പാൻ ഇവൾക്ക് സംഗതിയാകരുതേ. ഈ മരണം വിശ്വാസികൾക്ക് ഒരു ഉറക്കം മാത്രമാണല്ലോ. കർത്താവെ, അറിവോടുകൂടെയോ അറിവ് കൂടാതെയുള്ള ഇവളുടെ തെറ്റുകളെ ഇപ്പോൾ പരിഹരിക്കണമേ. അവിടുത്തെ രക്ഷയുടെ തുറമുഖത്ത് ബുദ്ധിമതികളായ കന്യമാരുടെ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഇവളെയും ക്രമീകരിക്കണമേ. ഇവൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്ന ഭാവികളായ ഞങ്ങളെ പരിപാടിയുള്ള നടപടികൾക്കും വിശുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ശക്തി നൽകി സഹായിക്കണമേ. ദോഷരഹിതമായ നിര്യാണത്തിൽ നല്ല അവസാനത്തിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. അന്തരീക്ഷത്തിലെ ഉപദ്രവങ്ങളായ എതിർപ്പുകൾ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ കൃപയാ നിറച്ചുള്ള കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ദുഃഖങ്ങളും നെടുവേർപ്പുകളും ഇല്ലാത്തതായ നിന്റെ സന്തോഷഭവനങ്ങളിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ. ഈ ലോകം അവസാനിക്കുകയും നിത്യലോകം ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തെ ആദ്യത്തേതുമായ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവയോഗ്യമാക്കി തീർക്കണമേ. നിന്റെ തിരുമുഖത്താലുള്ള സന്തോഷിപ്പിക്കണമേ. നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ ബന്ധിക്കിരുത്തണമേ. നിന്റെ പുഷ്ടിയേറിയ മേശസ്ഥലങ്ങൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ പെരുന്നാളാഘോഷത്തിൽ അണിനിരന്ന് നിൽക്കുന്നവരായ സർവരക്ഷിത സംഘത്തോടും കൂടെ നിന്റെയും കാരുണ്യവാനായ നിന്റെ പിതാവിൻ്റെയും വിശ്വാസത ജീവിപ്പിക്കുന്നവനായ നിന്റെ വിശുദ്ധരുമായുടെയും കൃപയാലും മനുഷ്യ സ്നേഹത്താലും നിന്റെ ഭവനത്തിലെ പുഷ്ടി കൊണ്ട് ഞങ്ങളെല്ലാവരെയും പോഷിപ്പിക്കണം. ഉത്തമനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ഘോഷോ വബുകൂല സുബാൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനം രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാമയുടെ മേലും നമ്മിൽ നിന്ന് ദൈവസനയിലേക്ക് യാത്രയായിരിക്കുന്ന ഐവാത്സല്യ മാതാവിൻ്റെ ആത്മാവിൻ്റെ മേലും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവർ എത്ര വാർദ്ധക്യത്തിൽ മരിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ദുഃഖകരമായ ഒന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ ചിന്തകൾക്ക് സങ്കല്പിക്കുവാനോ കണക്കുകൂട്ടുവാൻ കഴിയാത്തതായ ഒന്നാണ് മരണമെന്ന് പറയുന്നത്. എന്നാൽ ഈ മരണത്തെക്കുറിച്ച് ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യേണ്ടത് ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തികൾക്കാണ്. കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള നിത്യഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ മാതാവിൻ്റെ ജീവിതത്തിൽ സാധ്യമായിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ വാങ്ങിപ്പോകുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു മരണത്തിൻ്റെ നാഴിക ഉണ്ട് എന്നുള്ളത് മറന്നു പോകുന്നതാണ് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം. ആ നിത്യതയെക്കുറിച്ചുള്ള ചിന്തയില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തിൽ നല്ലവണ്ണം ജീവിക്കുന്നതിനും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കും വേണ്ടി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. നിത്യതയെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ മരണം ആസന്നമാണ് എന്നുള്ള ചിന്ത കടന്നു വരുമ്പോൾ, എല്ലാ അഹങ്കാരവും ആവശ്യമില്ലാത്ത ചിന്തകളും എല്ലാം മാറി ദൈവത്തിൽ ശരിയായ രീതിയിൽ വിശ്വസിക്കുന്നതിന് മനുഷ്യന് കഴിയും. ആ നിത്യതയിലേക്കുള്ള പ്രയാണത്തിൽ അവൻ്റെ വിശ്വാസത്തെ അരക്കെട്ടുറപ്പിക്കുവാനും അവൻ്റെ ജീവിതത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളതിനായി ശരിയായ രീതിയിൽ ഓടുവാനും കഴിയും. നീതിമാനായ നോഹയോട് ദൈവം പറഞ്ഞു, ജലപ്രളയം വരാൻ പോകുന്നു, അതുകൊണ്ട് നീ ജനത്തോട് പ്രസംഗിക്കണമെന്നും. നോഹ പറഞ്ഞു, ജലപ്രളയം വരാൻ പോവുകയാണ്, അതുകൊണ്ട് പാപജീവിതത്തെ വിട്ടൊഴിഞ്ഞൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നും. എന്നാൽ ദൈവജനം പ്രസംഗിച്ച നോഹയോ ആ ദൈവജനത്തെയോ അംഗീകരിക്കാതിരുന്ന ജനം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ജലപ്രളയം കടന്നു വന്നു. ആ വെള്ളത്തിന് മീതെ പാപം ചെയ്ത തലമുറ ചത്തുപൊങ്ങി ജഡമായി കിടന്നു. എന്നാൽ ദൈവം നോഹയോട് പറഞ്ഞു, ഒരു പെട്ടകം പണിയണമെന്നും. വെള്ളവും മഴയുമില്ലാത്ത കാലത്ത് എന്തിനാണ് പെട്ടകമെന്ന് വേണമെങ്കിൽ നോഹയ്ക്ക് ചോദിക്കാമായിരുന്നു. നമ്മളാണെ 100 ചോദ്യങ്ങൾ ചോദിച്ചേനെ. പക്ഷെ നോഹ പറഞ്ഞത് സർവശക്തനായ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് പരിപൂർണ അനുസരണത്തോടുകൂടി ദൈവത്തെ അനുസരിച്ചു പെട്ടകം പണിതു. വെള്ളം ആ പർവ്വത്തെ അരാരാത്ത പർവ്വത്തോളം ഉയർത്തിയപ്പോൾ പിശാച് പറഞ്ഞു, ഇതാ ഇവൻ മാത്രമല്ല എൻ്റെ തലമുറയും ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന്. പക്ഷെ വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് ആ പെട്ടകത്തെ വീണ്ടും താഴെ കൊണ്ടുവന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നോഹയുടെ തലമുറയും ഈ ലോകത്തിൽ ആക്കി വെച്ചതുപോലെ വിശ്വസ്തനായ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ ഈ ദൈവം സർവശക്തനാണ്. മനുഷ്യരെ പോലെ വാക്കുമാറുന്നവനല്ല. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിത്യജീവൻ നമുക്കുണ്ട്. അതിനുവേണ്ടിയാണ് ഈ മാതാവ് ദൈവസന്നിധിയിലേക്ക് പറന്നുപോയിരിക്കുന്നത്. ന്യായവിധിയുടെ ദിവസത്തിൽ കർത്താവ് ഈ ദാസിയുടെ എല്ലാ കുറവുകളെയും ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവം സ്വർഗീയ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭയുടെ പേരിലും സ്വർഗീയഗ്നി ശുശ്രൂഷയുടെ പേരിലുമുള്ള അനുശോചനം ഈ സമയം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ജോസഫ് ചായനും ജോളി ആൻറ്റിയും ഈ ശുശ്രൂഷയോടും സഭയോടും വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ആ രീതിയിലാണ് ഇവിടെ വരാനായിട്ട് എനിക്ക് സാധിച്ചത്. അവരുടെ പ്രിയപ്പെട്ട മാതാവിൻ്റെ വിയോഗം അവരുടെ മനസ്സിലുള്ളപ്പോൾ തന്നെ ദൈവിക പ്രത്യാശയിൽ നിറയാൻ പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.